വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ നമുക്ക് അത്ഭുതമുണ്ട്. അയാൾ എന്തിനാ ഇതെല്ലാം പറയുന്നത്? ഞങ്ങൾ അദ്ദേഹത്തെയോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയോ അദ്ദേഹത്തിൻ്റെ സമുദായത്തെയോ പരാമർശിച്ചിട്ട് പോലുമില്ല. എവിടെയും പരാമർശിച്ചിട്ടില്ല. രഹസ്യമായും പരസ്യമായും പരാമർശിച്ചിട്ടില്ല. പിന്നെ എന്തിന് അദ്ദേഹം ഇങ്ങനെ വെറുതെ കാൽമലെടുത്ത് മൂലയിൽ വെച്ച കത്തി കാലിലെടുത്ത് എന്തിനാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അതുപോലെ മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരിക്കാം. അതിന് നമ്മൾ ഉത്തരവാദിയല്ലല്ലോ. നമ്മൾ പറയുന്നത് മേലിലും അങ്ങനെ ഒരു സ്വന്തം അഭിപ്രായം എടുത്തുവിട്ട് ഇവിടെ ജനങ്ങളെ ഭിന്നിപ്പിലാക്കണ്ട. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ യുവസംഘം അദ്ദേഹത്തിൻ്റെ കൂട്ട് പോകുന്നത് ഞങ്ങൾക്ക് വിശ്വാസമില്ല. യുവസംഘം എല്ലാം അദ്ദേഹം പറയുന്നത് അത് മൂളി കേൾക്കാൻ ഉള്ളവരല്ല. അതുപോലെ ഈ ഇവിടെ ഈ പിളർപ്പുണ്ടായ സമയത്ത് പൊതുവേ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു ധാരണ എന്ന് പറഞ്ഞാൽ CPM-ഉമായിട്ട് ഉസ്താദിന് ഭയങ്കര അടുപ്പമാണ്. CPM-ന് ആണ് ഈ നമ്മുടെ സമസ്തയുടെ പിന്തുണ, അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത കാലത്ത് CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രസ്താവനകൾ ഈ സമുദായത്തെ, മുസ്ലിം സമുദായത്തെ മൊത്തം അകറ്റിയിട്ടുണ്ട്. CPM എന്ന നിലക്കല്ല, LDF എന്ന നിലക്ക്. അത് CPM ഉണ്ട്, അല്ലാത്ത പാർട്ടികളുണ്ട്. LDF-നോട് ഞങ്ങൾക്ക് കുറച്ച് അടുപ്പമുണ്ടായിട്ടുണ്ട്. അത് UDF-ൽപ്പെട്ട ഒരു കക്ഷി ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കാൻ വന്നപ്പോൾ ഞങ്ങൾ LDF-ഉമായിട്ട്, അതേ സമയത്ത് LDF-ൻ്റെ നേതാവായ മുഖ്യമന്ത്രിയോടടക്കം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മതവിരുദ്ധമായി നിങ്ങൾ വല്ലതും പറഞ്ഞാൽ ഞങ്ങളതിനെ എതിർക്കും, അല്ലാതെ ഞങ്ങൾക്ക് അടങ്ങി നിൽക്കാൻ കഴിയില്ല. അതിന് ഉദാഹരണമായിട്ട് മറ്റേ ദേശാഭിമാനിയിൽ എന്തോ ഒരു ലേഖനം ഇതിൻ്റെ മുമ്പായിട്ട് നമ്മൾക്കെതിരായി വന്നു. ഞങ്ങളന്ന് തന്നെ അതിനെ എതിർത്തു. സിറാജ് ലേഖനം എഴുതി പ്രസ്താവനയും കൊടുത്തു, എല്ലാം കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയല്ലല്ലോ. അവരെ പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ അത് അപ്പടി സ്വീകരിച്ച് അതിനൊരു ന്യായം കണ്ടെത്തി. ഞങ്ങൾ മതപരമായ കാര്യങ്ങൾ പറയാനുള്ളതാണ് സമസ്ത. ആ മതപരമായ കാര്യത്തിൽ ആര് എതിർപ്പ് പറഞ്ഞാലും അത് ശരിയല്ല എന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതല്ലാതെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശക്തിയൊന്നും ഞങ്ങൾക്കും ഇല്ലല്ലോ. ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെട്ടതിൻ്റെ അടയാളമാണ് നമ്മുടെ ഈ കേരള യാത്രയിൽ നിങ്ങളാദ്യം പറഞ്ഞതുപോലെ പണ്ട് എതിർത്തവരും എല്ലാ ആളുകളും ഇപ്പോൾ അണിനിരക്കുന്നുണ്ട്. വളരെയധികം സന്തോഷത്തിലായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിനോടുള്ള അങ്ങോട്ടുള്ള സമീപനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അതാ ഞാൻ പറഞ്ഞ, മുസ്ലിം ലീഗ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഞങ്ങളൊരു പാർട്ടിയോട് അടുപ്പവും വിദൂരതയും ഉണ്ടായിട്ടില്ല. ഞങ്ങളോട് അടുക്കുന്ന എല്ലാവരെയും അടുപ്പിച്ചെടുക്കുക. അതല്ലാതെ മുസ്ലിം ലീഗ് എന്ന ആ പേരിലോ അല്ലെങ്കിൽ CPM എന്ന പേരിലോ ഞങ്ങളുടെ പ്രവർത്തനം ഇതുവരെ അനുകൂലവും പ്രതികൂലവും ഉണ്ടായിട്ടില്ല. മുസ്ലിം സമുദായ ഇപ്പോൾ ഈ ഐക്യം മതപരമായ കാരണങ്ങൾ കൊണ്ടാണോ അത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടുണ്ടായതാണ്? എൻ്റെ ഐക്യം രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് ഐക്യമുണ്ടായോ ഇല്ലേ എന്നിപ്പോൾ ഇലക്ഷൻ വരുമ്പോഴേ നമുക്ക് തിരിയുള്ളൂ. ഇവിടെ ജനങ്ങൾ പരസ്പരം എതിർക്കുന്നത് കുറച്ചിരിക്കുന്നു എന്നത് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലം തന്നെയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.
ഇതിൻ്റെ ഉപചോദ്യമായിട്ട് തന്നെ ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ സുന്നി ഐക്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ജിഫ്രി തങ്ങൾ പറഞ്ഞു ഒരുപാട് വിട്ടുവീഴ്ചകൾ വേണ്ടി വരുമായിരിക്കും, പക്ഷെ ഞങ്ങൾ അതിന് തയ്യാറാണ് ഇരുകൂട്ടരും. അപ്പോൾ അതിൽ വലിയൊരു സംഭവമായിരിക്കും മുസ്ലിം ലീഗുമായിട്ടുള്ള അടുപ്പവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ എങ്ങനെയായിരിക്കും ഒരു അത് നമ്മൾ ഊഹിക്കല്ലേ. തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ കോൺഗ്രസ്സുകാർ തെറ്റിയിട്ട് പിന്നെ യോജിച്ചപ്പോൾ സെക്രട്ടറിമാരെ വർദ്ധിപ്പിക്കുക എന്നാണ് അവർ തീരുമാനത്തിൽ കണ്ടെത്തിയത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലേ. 100 സെക്രട്ടറി 200 സെക്രട്ടറി, ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ ഞങ്ങൾ സെക്രട്ടറി പ്രസിഡൻറ്റിൻ്റെ അടുത്തെന്ന് പറയല്ല. വിട്ടുവീഴ്ചകൾ എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ ഉള്ളൊരു വിട്ടുവീഴ്ച എന്ന് തങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് 80 അംഗ മുഷാവറയാക്കേണ്ടി വരുമോ? 2 മുഷാവറയും കൂടി അതൊക്കെ അന്ന് ആലോചിക്കേണ്ടതാണ്. ഇപ്പോഴതൊന്നും പറയാൻ പറ്റൂല. ചിലപ്പോൾ തങ്ങളതായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്, അത് നമുക്കറിയില്ല. ഈ മുസ്ലിം ലീഗിന് താങ്കളുമായിട്ടുള്ള അടുപ്പം അല്ല ഈ വന്ന മാറ്റം എന്നുള്ളത് ഈ സുന്നി ഐക്യവുമായിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവര് വളരെ ബന്ധമുണ്ട്. മുസ്ലിം ലീഗ് ഇപ്പോൾ ഞങ്ങളോട് അടുത്തുനിന്നോ വിട്ടുന്നോ ഞങ്ങളിപ്പോൾ വന്നു ഒരിക്കലും പറയുന്നില്ല. മുസ്ലിം ലീഗിലുള്ള വളരെ നല്ല ബുദ്ധിമാന്മാർക്ക് കാര്യം ഗ്രഹിക്കാൻ സാധിച്ചു. ഇവിടെ യോജിച്ചു പോകലാണ് രാജ്യത്തിൻ്റെ നന്മ എന്ന്. അതുകൊണ്ട് അവരിൽ പലരും അടുത്തു വരുന്നുണ്ടാവും. ഈ വിയോജിപ്പിൻ്റെ സമയത്ത് ഈ മഹല്ലുകളിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാവുക, കേസുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം. അതൊക്കെ മഹല്ലുകളൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെ ഒരുമിച്ച് തന്നെ പല മഹല്ലുകളിലൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു സുന്നികൾക്ക്. അതൊക്കെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്ന് കരുതുന്നുണ്ട്. ഒരു ഭിന്നപ്പിൻ്റെ അല്ലെങ്കിൽ പരസ്പര പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഈ ഭിന്നിപ്പായിട്ട് എത്ര കാലത്തോളം പോകും, അത് നടക്കില്ല. അപ്പോൾ ഭിന്നിപ്പില്ലാതെ ഇരിക്കണമെന്ന് നേരത്തെ ഉദ്ദേശിക്കുന്ന അത് പ്രാബല്യത്തിൽ വന്നു എന്നേ ഉള്ളൂ, എന്നല്ലാതെ ഒരു പുതുതായിട്ടൊന്നും വന്നതൊന്നല്ല. സമസ്ത രൂപീകരിച്ചിട്ട് ഇപ്പം 100-ാം വർഷം ആവുകയാണല്ലോ. അപ്പോൾ ആ രൂപീകരണ സമയത്ത് ഉണ്ടായിരുന്ന ലക്ഷ്യത്തിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ള ഈ പുത്തൻവാദികളെ അല്ലെങ്കിൽ വിധേയ കക്ഷികളെ നേരിടുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ശ്രമത്തിൽ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് 100-ാം വർഷം ആകുമ്പോഴേക്ക്? അതിൽ പുത്തൻവാദികളെ നേരിടുക എന്ന് പറഞ്ഞാൽ അതിൽ മൗലികമായ ഒരു തത്വമുള്ളത്. ഒരു പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആരാധന ഒരു പുതിയ രൂപത്തിലായി മാറ്റണമെന്ന് ചില പുത്തൻവാദികൾ വാദിക്കുമ്പോഴാണ് അവിടെ 2 കക്ഷിയായി പിരിയുന്നത്. അങ്ങനെ ഐക്യസംഘം എന്ന പേരിൽ സംഘടന രൂപീകരിക്കുകയും ആ ഐക്യസംഘത്തിൻ്റെ പേരിൽ എല്ലാ മഹല്ലത്തുകളിലും പള്ളികളിൽ നടക്കുന്ന ഖുതുബയും നിസ്കാരവും ബാങ്കും ഇതെല്ലാം വ്യത്യസ്തമായ രീതിയിൽ മാറ്റണമെന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഭിന്നിപ്പുണ്ടായത്. അപ്പോൾ ആ ഭിന്നിപ്പ് ഇല്ലാതെയാക്കാന്ന് പറയുമ്പോൾ ജനങ്ങളുടെയുള്ള ഭിന്നിപ്പ് ഇല്ലാതെയാക്കലാണ് അതുകൊണ്ടും ലക്ഷ്യം. മതത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. അപ്പോൾ ആ സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യം അതിൽ പൂർണ്ണ വിജയമുണ്ട് എന്നാണ് കരുതുന്നത്. പൂർണ്ണ വിജയം എന്ന് പറയാൻ പറ്റില്ല, വലിയ വിജയമുണ്ട്. സമസ്ത ഉണ്ടായതുകൊണ്ട് ആണ് ഇവിടെ ഒരു അടിസ്ഥാന ലക്ഷ്യം വെച്ചുകൊണ്ട് മദ്രസകളും പള്ളികളും സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ രംഗങ്ങളും നടന്നു വരുന്നത്. അടിസ്ഥാനമില്ലാതെ ഓരോ വ്യക്തിയും അവർക്ക് തോന്നിയ നിലയിൽ നടത്തിയാൽ സമാധാനം ഉണ്ടാവുകയില്ല. സമാധാനം ഉണ്ടാവണമെങ്കിൽ ബേസിക്കായി ഒരു നിയമനിർമ്മാണം വേണം.
അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് തന്നെ വലിയ വലിയ വിദഗ്ധന്മാർ ഇരുന്ന് ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കി. ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങൾക്കറിയാം ഇന്ത്യൻ ഭരണഘടനയാണ് എല്ലാ രാഷ്ട്രങ്ങളും, സൗദി ആവട്ടെ, UAE ആവട്ടെ, ഒമാൻ ആവട്ടെ, ഈജിപ്ത് ആവട്ടെ, ഏതായിരുന്നാലും എല്ലാവരും ഇന്ത്യൻ ഭരണഘടനയെ അഭിനന്ദിക്കുകയാണ്. ഇന്ത്യയിൽ എണ്ണിയാൽ തീരാത്ത മതക്കാർ ഉണ്ട്, സംസ്കാരവുമുണ്ട്. അതെല്ലാം ഇവിടെ നടത്തുന്നതിന് ഒരു തടസ്സവും നമുക്കിതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടെ ഒരു മൈക്ക് പെർമിഷൻ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം എന്ന ഒരു നോട്ടമല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇവിടെ മൈക്ക് പെർമിഷൻ കൊടുക്കാതിരിക്കില്ല. ഗവൺമെൻറ് ആരും ഭരിച്ചാലും കൊടുക്കാതിരിക്കില്ല. അപ്പോൾ മറ്റൊരു ലൈസൻസ് ഇവിടെ ആവശ്യവുമില്ല. മതം പ്രചരിപ്പിക്കാനും മദ്രസ ഉണ്ടാക്കാനും മദ്രസയുടെ കെട്ടിടത്തിന് പഞ്ചായത്ത് കെട്ടിട നിയമം നോക്കുകയല്ലാതെ അവിടെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ഒരു പഞ്ചായത്തും നോക്കാറില്ല. അങ്ങനെ നോക്കാത്തത് ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം എല്ലാ മതവിഭാഗത്തിനും ഉണ്ട് എന്ന കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ബോധം ഉണ്ടാക്കിയെടുത്തത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തന്നെയാണ്. ആ സംഘടന ഇവിടെ ഉണ്ടായതുകൊണ്ട് പുത്തൻ പ്രസ്ഥാനക്കാർക്ക് വളരാൻ സാധിച്ചിട്ടില്ല.